സ്വാഗതം. ഇത് കേട്ടോ, നമ്മുടെ മൾബറി പറിച്ചതാണ്. ഞാനൊരു അച്ചാറിടാൻ നാരങ്ങ പറിക്കാൻ കയറിയതാണ്. അപ്പം കുറച്ച് മൾബറി കിട്ടി. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നാരങ്ങ പറിച്ച് കരുവേപ്പില പറിച്ച് ഒരു അച്ചാറിടാം. എല്ലാം വിളഞ്ഞ് കിടക്കുക നാരങ്ങയൊക്കെ. കണ്ടോ, നമ്മുടെ വീട്ടിലെ നാരങ്ങ കണ്ടോ? കരുവേപ്പില ഇവിടെ ഇരിക്കാം. ആദ്യം നമുക്ക് അച്ചാറിടാനുള്ള നാരങ്ങ പറിക്കാം. അമ്മുക്കുട്ടനും ഇല്ല, കിയാമ്പാവയെ ഇവിടെ ഇല്ല. കിയാമ്പാവ താഴെയുണ്ട്. അമ്മുക്കുട്ടൻ, അതൊക്കെ ഞാൻ പിന്നെ പറയാം കാര്യങ്ങൾ കേട്ടോ. അമ്മുക്കുട്ടനുണ്ട്. ഇഷ്ടംപോലെ നാരങ്ങയുണ്ട്. ഇതെല്ലാം വിളഞ്ഞു നമ്മുടെ നാരങ്ങയെല്ലാം കണ്ടോ. ഇതെല്ലാം പറിച്ച് നമുക്ക് അച്ചാറിടാം. മഴ ആയതുകൊണ്ടേ ഇവിടെയൊക്കെ ഇച്ചിരി വെള്ളവും ഇതൊക്കെ ആയി. മഴ പോയ സമയം നോക്കി ഞാൻ ഇങ്ങോട്ട് കയറിയതാണ് അച്ചാറിടാൻ നാരങ്ങ പറിക്കാൻ. മഴ ഇപ്പം ഇല്ല, ഇപ്പം നല്ല വെയിൽ ഉണ്ടോ. നമുക്കിനി ഇനി അങ്ങാ സൈഡിൽ പോയി പറിക്കാം. കുറേ നാരങ്ങ ഇത് കണ്ടോ. ഇനി അങ്ങാ സൈഡിലും ഉണ്ട്. ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ. വിളഞ്ഞ് പറിക്കണോ? വേണ്ട, അപ്പുറത്ത് പോയി പറിക്കാവേ. കണ്ടോ, നമ്മുടെ മഴക്കാലം വന്നപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോണേലോ അമ്മുക്കുട്ടന് സ്കൂളിൽ പോണേലോ ഒക്കെ അച്ചാറിടാനുള്ള നാരങ്ങയായി. കണ്ടോ, ഇഷ്ടംപോലെ നാരങ്ങ നമുക്ക് അച്ചാറിടാൻ കിട്ടി. ഇനി ബാക്കി നാരങ്ങയൊക്കെ നമുക്ക് അടുത്ത ഇതിന് പറിക്കാം. ഇനിയുണ്ട്. ഇനി നമുക്ക് കണ്ടോ, നമ്മുടെ നാരങ്ങ കണ്ടോ. ഇത് നമുക്ക് അച്ചാറിടാനായിട്ട്. ഇനി ഇവിടുന്ന് തന്നെ ഇഞ്ചി പറിക്കണം, കരിവേപ്പില പറിക്കണം. ഇതൊക്കെ പറിച്ച് നമുക്ക് താഴെ പോയി ഒരു അച്ചാറിടാം. ഈ നാരങ്ങ ഒന്നേ ഇപ്പം പറിച്ചുകൊണ്ട് വന്ന ഈ നാരങ്ങ ഒന്ന് ആവി കയറ്റണം. അത് ഇങ്ങനെ അപ്പച്ചമ്പടപ്പിലോട്ട് വെച്ച് നമ്മൾ മുഴുവൻ എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. ബാക്കി ഇവിടെ വെച്ചിരിക്കുക. മൊത്തം ഒന്നിച്ചെടുക്കണ്ടെന്ന് വിചാരിച്ച് കണ്ടോ. ഇത് നമുക്ക് തീ കത്തിച്ചിട്ട് ഇതിങ്ങനെ ആവി കയറ്റിയിട്ട് ഇതിനി ആവി കയറട്ടെ. നമ്മുടെ നാരങ്ങയൊക്കെ ആവി കയറി കേൾക്കണ്ടോ. ഇതിങ്ങനെ പൊട്ടൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി, ഇങ്ങനെ ചെറുതായിട്ട്. അതങ്ങനെ ആവി കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് ഇങ്ങനെ എടുത്ത് മുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു നാലായിട്ടോ ചെറുതായിട്ടാണ് ഇടുന്നത്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് കണ്ടോ. ഇങ്ങനെ ഇതേപോലെ നമ്മളിതിങ്ങനെ ഇങ്ങനെ ഒത്തിരി അങ്ങ് ആവി കയറി ഇതാകണ്ട. ഇത് കണക്ക് ജസ്റ്റ് ഇങ്ങനെ ഇതാകുമ്പോൾ തന്നെ അല്ലേ കണ്ടോ. ഇതേപോലെ ഇത് മൊത്തം ഞാൻ അരിഞ്ഞു വെക്കട്ടെ കേട്ടോ. ഇത് മൊത്തം ഇങ്ങനെ അരിഞ്ഞു വെക്കട്ടെ, എന്നിട്ട് നമുക്ക് അച്ചാറിടാം. തേങ്ങയൊക്കെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ്. ഇതെന്ന് വെച്ചാൽ വലിയ കഷ്ണമാകുമ്പം ഒരേന്ന് എടുക്കണ്ടേ. ഇതാകുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അത് ആവി കയറിയതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ, എണ്ണ കുറച്ചേറെ വേണമല്ലോ. നല്ലെണ്ണ അച്ചാറിന്റെ മേളിൽ കിടന്നാലേ, ഈ മഴക്കാലമല്ലേ, പൂപ്പലുണ്ടാകാതെ കുറേ നാള് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എണ്ണ നന്നായിട്ട് എടുത്തു. പിന്നെ
കുറച്ച് കടുക് ഇടുന്നുള്ളൂ. കാരണം നമ്മൾ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്വല്പം കടുക് ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ കരിയാപ്പില, പിന്നെ ഇഞ്ചി, അതൊന്ന് ഇതാവട്ടെ. ഇഞ്ചിക്ക് ഇച്ചിരി ഇതല്ലേ, നോക്കട്ടെ. അതിൽ കൂടെ തന്നെ വെളുത്തുള്ളി, ഇപ്പൊ ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി. ഇത് നമ്മുടെ കടുകും ഉലുവായൂടെ വറുത്ത് പൊടിച്ചു വെച്ചതാണ്. ഉണ്ടാവും. പിന്നെ ഉപ്പ് ഇതിന് നമ്മൾ മുറിച്ച് അരിഞ്ഞു വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ മേളില്. പക്ഷെ എന്നാലും ഉപ്പ് പോരല്ലോ, നാരങ്ങയല്ലേ. അപ്പം അതിന് കുറച്ച് ഉപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കായം, ഇത് കണ്ടോ ഈന്തപ്പഴം, കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ട് അത് ഇങ്ങനെ കുരു കളഞ്ഞ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്വല്പം ശർക്കര പാനി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിപ്പം മൂത്തു. ഈ തീ ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് ഈന്തപ്പഴം ഇട്ട് ചൂടാക്കിയിട്ട് വേണം മുളക് പൊടിയൊക്കെ ഇടാൻ. കുറച്ച് ഈന്തപ്പഴം ഇടുക. മൂത്ത് ഉണ്ടോ, ഇച്ചിരൂടെ മൂക്കട്ടെ, കുറച്ചുകൂടെ മൂക്കണം. മുളക് പൊടികളൊക്കെ ഇട്ടിട്ട് ഇടാം. ആദ്യം മുളക് പൊടി, നല്ല ഭയങ്കര കട്ടിയിലുള്ള എരിവൊന്നും ഞാൻ എടുക്കുന്നില്ല. 5 സ്പൂണ് മുളക് പൊടി മതി. പിന്നെ മഞ്ഞപ്പൊടി ഒരു 1.5 സ്പൂണ്. ഇതൊന്ന് ഇളക്കിക്കൊണ്ട്. പിന്നെ ഉലുവായും കടുകും പൊടിച്ചത് അതൊരു 1.5 സ്പൂണ്. ഇതൊന്ന് മൂക്കട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് ഒരു പിന്നെ സ്വല്പം വിനാഗിരി ഒന്ന് ഒഴിച്ചേക്കാം. ഒരു ശകലം, എന്താണോ ഈ പിന്നെ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശകലം. അതുകൊണ്ട് അങ്ങ് തിളക്കട്ടെ. സ്വല്പം ഒഴിക്കും, എന്താന്ന് വെച്ചാൽ അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമുക്ക് ഇപ്പൊ ഇതായി. ഇനിയിപ്പൊ നമുക്ക് കുറച്ച് ഈന്തപ്പഴം, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടെ നാരങ്ങ, മുറിച്ച് വെച്ച നാരങ്ങ, ഇതേ കണ്ട മുറിച്ച് വെച്ച്. അപ്പൊ അതിന്റെ കൂടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പിട്ടുണ്ട്. കണ്ടോ, ഉപ്പിട്ടുകൊണ്ട് അതിന്റെ വെള്ളമയം ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊന്ന് കുറച്ചൊന്ന് ഇതാവണം. വേറെ തവി എടുക്കാം. നമുക്കിപ്പോ ഇതേപോലെ അടുപ്പ തീ ഞാൻ നിർത്തിയില്ല. ഇതൊന്ന് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടല്ല, ഒത്തിരി നേരം വേവിക്കണമെന്നൊന്നുമില്ല. ഇപ്പം തന്നെ നല്ല ഇതായി. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ
ഇച്ചിരി ഉപ്പിടാം. നമുക്കിത് ഇച്ചിരി കുറവാണ്, നമ്മൾ നാരങ്ങയ്ക്കകത്ത് ഇട്ട് വെച്ചിരുന്നതാണ്. അത് പോരാ, ആ ഗ്രേവിക്കും ഒക്കെ ഇച്ചിരി ഉപ്പ് വേണമല്ലോ. കണ്ടോ, ഇച്ചിരി ഉപ്പൂടെ ഇട്ടിട്ട് പിന്നെ കായം കണ്ടോ, ആവശ്യത്തിന് കായം ഇടുക. പിന്നെ നമുക്കിതിൻ്റെ പുളിയും ഒക്കെ ഉപ്പും ഒക്കെ ഒന്ന് ശരിയാണെന്ന് ഒരു നോക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ശർക്കരപ്പാനി, ഒരു കുറച്ച്. നമ്മളിവിടെ ശർക്കര വാങ്ങിക്കുമ്പോൾ അത് മൊത്തമേ പാനിയാക്കി വെക്കും, അല്ലേ പിന്നെ എപ്പോഴും ഈ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. കണ്ടോ, ഇപ്പം എല്ലാ കൂട്ടും റെഡിയായി, കറക്റ്റായി. അച്ചാറിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനിയിപ്പം കണ്ടോ, അച്ചാർ റെഡി. അപ്പം നമുക്ക് തീ നിർത്തുക. അച്ചാർ പിന്നെ നമ്മൾ ഉപ്പ് നോക്കുന്നൊന്നും ഒരു ഇതല്ലല്ലോ, അതുകൊണ്ട് കണ്ടോ. ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പം ഒരേ കുപ്പിയിലാക്കി വെക്കാം. കണ്ടോ, അച്ചാർ റെഡി.